ഡൽഹി പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലെത്തി കുറ്റകൃത്യം നടന്നുവെന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് വിഭവ് കുമാറിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് അറസ്റ്റിലായ കുമാറിനെ വിശദമായി ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. ഡൽഹി പോലീസിന്റെ ഫോറൻസിക് വിഭാഗവും മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തി തെളിവുകൾ ശേഖരിച്ചു. കെജ്രിവാളിന്റെ വസതിയിൽ നിന്ന് തന്നെ ബലം പ്രയോഗിച്ചു പുറത്താക്കിയെന്നായിരുന്നു സ്വാതി മാലിവാൾ പോലീസിനും മജിസ്ട്രേറ്റിനും നൽകിയിരുന്ന മൊഴി. എന്നാൽ ഈ മൊഴി തെറ്റാണെന്ന് തെളിയിക്കാനുള്ള CCTV ദൃശ്യങ്ങൾ ആം ആദ്മി പാർട്ടി പുറത്തുവിട്ടു. സുരക്ഷാ ഉദ്യോഗസ്ഥർക്കൊപ്പം സ്വാതി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് പുറത്തു വരുന്നതിന്റെ വീഡിയോ ആണ് പുറത്തുവിട്ടത്. സ്വാതിക്കെതിരെ വിഭവ് കുമാർ നൽകിയ പരാതിയിൽ കേസെടുക്കാത്തതിനെ വിമർശിച്ച് ആം ആദ്മി പാർട്ടിയും രംഗത്തെത്തി. वो सब सरासर झूठ है। वो ऊंची आवाज में पुलिस कर्मियों को ललकार रही हैं, धमका रही हैं और वो कहीं पर भी उनको शिकायत करती नहीं नजर आ रही हैं कि उनके साथ कुछ गलत हुआ। ഇതിനിടെ രാജ്യസഭാ അംഗവും ആം ആദ്മി പാർട്ടി MP-യുമായ രാഘവ് ചദ്ദ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലെത്തി. കെജ്രിവാൾ അറസ്റ്റിലായിരുന്നപ്പോൾ വിദേശത്ത് ചികിത്സയിലായിരുന്നു രാഘവ് ചദ്ദ. അറസ്റ്റിനെ അപലപിച്ച് രാഘവ് ചദ്ദ പ്രതികരിക്കാത്തത് ചർച്ചയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.